ഹായ്, വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ഫ്ലവർ സെറ്റാണ് കേട്ടോ ഇത്. ഈ ഒരു വേസ്റ്റ് മെറ്റീരിയൽ എന്താണെന്നല്ലേ, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് തന്നെയാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് കൊണ്ടുള്ള ഫ്ലവർ സെറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടാലോ. ഞാൻ എടുത്തിരിക്കുന്നത് ഡാർക്ക് പിങ്ക് കളറിലുള്ള ഈ കിറ്റ്. ആ ഒരു ജോയിൻറ്റ് പോർഷൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ 4ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനെ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ 4 പീസുകളാണ് കേട്ടോ എടുക്കേണ്ടത്. നമുക്കിതിനെ ഒന്ന് കോൺ ഷേപ്പിലോട്ടൊന്ന് നല്ലതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ. ഇതിനെ ഒന്നുകൂടി സെൻറ്റർ പോർഷൻ വെച്ചിട്ട് കോൺ ഷേപ്പിലോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനെ ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ കോൺ ഷേപ്പിലോട്ടൊന്ന് മാറ്റിക്കൊടുക്കാവേ. ഈ ഒരു മെത്തേഡിൽ ഇനി ഇതിൻ്റെ ഇങ്ങേ വശം ഒന്ന് ചേർത്തൊന്ന് വെച്ച് കൊടുക്കാം. എല്ലാ വശവും ഈക്വൽ ആയിരിക്കണം. ഇനി അതിന് ഒന്നുകൂടി കോൺ ഷേപ്പിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ പീസിൽ ഒരു കോൺ ഷേപ്പിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിൻ്റെ ടോപ്പ് ഒന്ന് വളച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഒന്ന് ഓപ്പൺ ആക്കുമ്പോൾ ഇതിലേക്ക് ഫുള്ള് 12 പെറ്റലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് പോർഷൻ നമുക്ക് നോക്കാം. ഇതുപോലെ 6 പെറ്റൽസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ങേ വശവും 6 പെറ്റൽസ് ഉണ്ട്. നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സിഗരറ്റ് ലാമ്പ് എടുക്കാം. ഈ ഒരു വശം നമുക്കൊന്ന് ജോയിൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സിഗരറ്റ് ലാമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സെൻട്രൽ പോർഷൻ നോക്കാം. സെൻട്രൽ പോർഷൻ ഒന്ന് നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച് കൊടുത്ത കിറ്റിൻ്റെ പീസ് ഒന്ന് 4 എണ്ണം ഉണ്ടോ എന്ന് എണ്ണി നോക്കിയാൽ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ആ ഒരു വിടവുണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പും ഇതുപോലെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇതുപോലെ 12 പെറ്റൽസിൻ്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പെല്ലാം നല്ല നീറ്റായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഫൈനലി ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഫ്ലവർ നല്ല പൊന്തിച്ചിട്ട് ഒരു വിടർന്ന ആ ഒരു ഷേപ്പിൽ കിട്ടാനാണ് കേട്ടോ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ പൂവിൻ്റെ പുറകിലത്തെ വശം നല്ല ഒരു സ്ട്രക്ചറിൽ കിട്ടുകയും ചെയ്യും. നമ്മുടെ പൂവ് നല്ല വിടർന്നിട്ട് നല്ല പൊന്തിച്ച ആ ഒരു ഷേപ്പിലുള്ള ഒരു ഫ്ലവറും കൂടി ആയിട്ട് കിട്ടും. അതിനാണ് കേട്ടോ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഹീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പിടിച്ചാൽ മതി. കിറ്റ് ആയതുകൊണ്ട് തന്നെ എളുപ്പം ഉരുക്കി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ചെറുതായിട്ടൊന്ന് പിടിച്ചെടുത്താൽ മതി. ഇപ്പോൾ 12 പെറ്റൽസിൻ്റെയും ഇടയ്ക്കുള്ള ആ ഒരു വിടവെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 12 പെറ്റൽസിൻ്റെയും സെൻട്രലായിട്ടും കൂടി ചെറുതായിട്ടൊന്ന് ഇതുപോലെ നടുക്ക് പോർഷൻ മാത്രം നല്ല നീറ്റായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാവേ ഈ ഒരു മെത്തേഡിൽ. ഇനി ബാക്കി 11 പെറ്റലുണ്ട്, അതും കൂടി ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാവേ. ഇവിടെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പുറകുവശം കണ്ടോ, ഈ ഒരു സ്ട്രക്ചറിലാണ് കേട്ടോ കിട്ടുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വശം ഇതുപോലെ നല്ല വിടർന്ന് കൂർത്തിരിക്കുന്ന ഷേപ്പിലാണ് കിട്ടുന്നത്. ഇനി നമ്മുടെ ഫ്ലവറിൻ്റെ ഈ ഒരു ആ ഒരു തുമ്പ് വശം ഉണ്ടല്ലോ, അവിടെയും കൂടി ഇതുപോലെ ഒന്ന് നല്ല ഷേപ്പിനാക്കി എടുക്കാം. അതിനായിട്ട് സിഗരറ്റ് ലാമ്പ് ഒന്ന് പിടിച്ചു കൊടുക്കുക, ഇതുപോലെ കൈ കൊണ്ടൊന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. അതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്നും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്ലാസ്റ്റിക് കിറ്റ് കൊണ്ടുള്ള ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് കുറച്ച് പൂമ്പൊടിയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ബ്ലൂ കളറും ലൈറ്റ് ഗ്രീൻ കളറിലുള്ള കിറ്റിൻ്റെ പീസ് തന്നെയാണ് എടുത്തേക്കുന്നത്. അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇപ്പോൾ ബ്ലൂ കളറിലുള്ള കിറ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് തന്നെ വെച്ചേക്കുവാണ്. ആ ഒരു സൈസിന് ഈ ഒരു സൈസിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. യെല്ലോ കളറും കൂടി സെയിം സൈസിന് കട്ട് ചെയ്തെടുക്കുക. രണ്ടും കൂടി ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെച്ചോ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനത് ഇത്രയും താഴ്ത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വളരെ തിന്നായിട്ട് ഈ ഒരു മെത്തേഡിൽ ഫുള്ളായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഒരു ഡബിൾ ഷെയ്ഡിൽ നമുക്ക് നടുക്കത്തെ പൂമ്പൊടി ചെയ്യാനായിട്ട് ഈ ഒരു ഡിസൈനിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഏറ്റവും ടോപ്പിൽ ഒന്ന് ചൂടിയിരിക്കുന്ന ഷേപ്പിൽ ആയി കിട്ടാനായിട്ട് സിഗരറ്റ് ലാമ്പ് കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുക്കാവേ. ഇതുപോലെ 2 വശവും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഏറ്റവും ടോപ്പിലുള്ള ഒരു വശം ചെറുതായിട്ടൊന്ന് ചൂടിയിരിക്കുന്ന ആ ഒരു ടൈപ്പിൽ ആയി കിട്ടും. ഇനി നമുക്കൊരു കമ്പി എടുക്കാം. കമ്പിയുടെ ഏറ്റവും മുകളിലത്തെ ആ ഒരു വശം ഉണ്ടല്ലോ, അവിടെ ഒന്ന് വളച്ചൊന്ന് വെച്ച് കൊടുക്കാവേ. ഇനി ആ വളച്ച് വെച്ചിരിക്കുന്ന ആ പോർഷൻ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നടുക്കത്തെ പൂമ്പൊടി ചെയ്യാൻ വെച്ചിരുന്ന പീസിൻ്റെ ആ ഉള്ളിലോട്ടൊന്ന് ഇറക്കി കൊടുക്കാം. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം.
ഇത് ചുറ്റിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ചുറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു പീസിന് അല്പം വീതി കൂടിപ്പോയി. ഇത്രയും വീതിക്ക് വേണ്ട കേട്ടോ. വീതി കൂടിപ്പോയതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ ഒന്ന് ആയി പോണത്. ഞാനൊരു ഫ്ലവർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ നടുക്കുള്ള പൂമ്പൊടി നല്ല കറക്റ്റ് ഷേപ്പ് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ പൂമ്പൊടീനെ ഇതുപോലെ ഒന്ന് പുറകിൽ നൂല് കൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാവേ. അതൊന്ന് ഇളകി പോരാത്ത രീതിയിൽ തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ പൂമ്പൊടി ചെയ്തത് ഇത് ജസ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് വലിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. ആ ഒരു വലിഞ്ഞ് നിൽക്കുന്ന അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി വീതി കുറച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. അതിനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവർ ഇതിൽ കൂടി ഈ കമ്പി കൂടി ഒന്ന് ഇറക്കി എടുത്തിട്ടുണ്ട്. ആ പുറകിലത്തെ കെട്ട് വരുന്ന പോർഷനൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ചെറുതായി ഒന്ന് പിടിച്ചു കൊടുത്താൽ തന്നെ നല്ല നീറ്റായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി കിട്ടും കേട്ടോ. അതായത് നമ്മൾ പുറകിൽ നൂല് കൊണ്ട് കെട്ടിയിരുന്ന പോർഷനെല്ലാം ഇതിൻ്റെ ഉള്ളിലൂടെ അത് പുറത്തോട്ടൊന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറകിലായിട്ട് ഈ ഗ്രീൻ കളറുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് നമ്മുടെ സ്റ്റെമ്മ് റെഡിയാക്കി എടുക്കാവേ. ഇത് ഫുള്ളൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് അല്പം നമ്മുടെ സിഗരറ്റ് ലാമ്പ് കൊണ്ടുകൂടെ ഒന്ന് പിടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പിന്മേൽ അത് ഒട്ടിയിരുന്നോളും, ഇളകിയൊന്നും പോരത്തുമില്ല, നല്ല നീറ്റായിട്ട് കിട്ടും. സ്റ്റെമ്മ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് സിഗരറ്റ് ലാമ്പ് കൊണ്ടൊന്ന് പിടിച്ചു കൊടുക്കാവേ. അപ്പം നമ്മുടെ പ്ലാസ്റ്റിക് കിറ്റ് കൊണ്ടുള്ള ഒരു ടൈപ്പ് ഫ്ലവർ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കഴിഞ്ഞിട്ടില്ല, നമുക്ക് ലീഫും ചെയ്തെടുക്കണം, കുറച്ച് മുട്ടുകളും കൂടി ചെയ്തെടുക്കാവേ. ഇതാ ഒരു ഫ്ലവർ കണ്ടോ, ഞാനിത് ആദ്യം ചെയ്ത് വെച്ചിരുന്ന ഫ്ലവറാണ് കേട്ടോ. ഈ ഒരു രീതിക്കാണ് നമുക്ക് നടുക്കത്തെ പൂമ്പൊടി കിട്ടുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി വീതി കുറച്ചെടുത്താൽ കറക്റ്റായിട്ട് ഈ ഒരു ടൈപ്പിൽ പൂമ്പൊടി തന്നെ ആയി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മുട്ടുകളും കൂടി ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ കമ്പി ടോപ്പിലൊന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ കുറച്ച് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ യെല്ലോ കളറിലുള്ള കിറ്റ് ഒന്ന് ചുരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് ഇതുപോലെ ഒന്ന് വലിഞ്ഞു നിൽക്കുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മുകളിൽ നിന്ന് കുറച്ച് താഴോട്ടൊന്ന് വലിച്ചു പിടിക്കുക. അവിടെ നമുക്ക് നൂലുകൊണ്ട് നല്ല നീറ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാവേ. ഇനി ബാക്കി എക്സ്ട്രാ പീസ് വലിഞ്ഞ് നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറുള്ള കിറ്റ് എടുത്തിട്ട് നമ്മൾ കെട്ടിട്ടിരുന്ന ആ ഒരു പോർഷൻ കവർ ചെയ്ത് തന്നെ നല്ല നീറ്റായിട്ട് ഈ കമ്പി ഒന്ന് ചുറ്റിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഈ സിഗരറ്റ് ലാമ്പ് കൊണ്ടൊന്ന് പിടിച്ചു കൊടുത്താൽ നല്ല നീറ്റായിട്ട് അത് ഒട്ടിയിരിക്കും. മുട്ട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 മുട്ടും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ലീഫിന് ഞാൻ ഓൾറെഡി 2 പ്ലാസ്റ്റിക്കിൻ്റെ ലൈറ്റ് കളറ് കിറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് നീറ്റായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അയൺ ചെയ്യുമ്പോൾ വളരെ ഹീറ്റ് കുറച്ചിട്ടിട്ട് വേണം ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ അതെല്ലാം കൂടി ചുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതായപ്പോൾ ഇതുപോലെ നല്ല ഷേപ്പിന് തന്നെ ഒട്ടും തന്നെ ചുളിവില്ലാതെ നമുക്ക് നല്ല നീറ്റായിട്ട് കട്ടിക്ക് തന്നെ ഒട്ടിക്കിട്ടും. വളരെ സ്ലോ, അതായത് വളരെ ഹീറ്റ് കുറച്ച് മാത്രം അയൺ ബോക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ചെടുത്താൽ മതി. ഇതാ ഇവിടെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലീഫിനായിട്ട്. ഇതിപ്പോൾ 2 ലീഫ് ചെയ്യാനുള്ള പീസുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് മാറ്റാം. ഇതിനെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് ഏത് ടൈപ്പ് ലീഫ് വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ജസ്റ്റ് നല്ലൊരു ഡിസൈനുള്ള ഒരു ടൈപ്പിലുള്ള ലീഫാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഒരു ലീഫ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ കണ്ടോ, ഈ ഒരു പെറ്റൽ നമ്മുടെ ലീഫിൻ്റെ ആ ഒരു ഇതെല്ലാം ഉണ്ടോ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തതും കുറച്ചും കൂടി വലിപ്പം കുറച്ചും ടോപ്പിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി സൈസ് കുറച്ച് ആ ഒരു ഇതളുകൾ കട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഏറ്റവും ടോപ്പിൽ ഒന്ന് കൂർപ്പിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ ഇന്നത്തെ ലീഫുകൾ ചെയ്തെടുക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, ഈ ലീഫിന് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഓരോ ഇതളുടെ നടുക്കായിട്ട് ഇതുപോലെ സിഗരറ്റ് ലാമ്പ് ഒന്ന് പിടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാവേ. ഇതിൻ്റെ ഇങ്ങേ വശവും അതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ഒരു ലീഫിൻ്റെ നല്ലൊരു ഡിസൈനിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ടും കൂടി ഒന്ന് സിഗരറ്റ് ലാമ്പ് കൊണ്ട് ഒന്ന് പിടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഷേപ്പിന് തന്നെ നമ്മുടെ ലീഫ്
ആയി കിട്ടും. ഒന്ന് ആടി ഉലഞ്ഞിരിക്കുന്ന രീതിയിലാവാതെ നല്ല ഷേപ്പായിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിൽ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ലീഫ് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് വിടർത്തി നോക്കാവേ. കറക്റ്റ് നമ്മുടെ ലീഫ് കംപ്ലീറ്റ് ആയിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആ ഒരു ലീഫും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ലീഫിൻ്റെ ഏറ്റവും താഴത്തായിട്ട് അല്പം ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫെവിബോണ്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഈ പൂവിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട്, അതായത് പൂവിൻ്റെ താഴത്തായിട്ടാണ് കേട്ടോ ഒന്ന് ലീഫ് ഒട്ടിച്ച് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിൽ വെച്ച് കൊടുക്കാം. സ്റ്റെമ്മിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കും. കുറച്ചുകൂടി താഴ്ത്തി വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്ലവറിന് നല്ലൊരു ലുക്ക് കൊടുക്കാനായിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ കൂടി ചേർന്നിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ലീഫും കൂടി ഓരോന്നും സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ 2 ലീഫ് ഒരു ഫ്ലവറിലെ കൂടെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്നുകൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സും ലീവ്സും പിന്നെ നമ്മുടെ ഈ ഒരു മുട്ടുകളും എല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണ്ടേ. അതിനായിട്ട് ഞാൻ ഇതുപോലെ ആദ്യം തന്നെ 3 മുട്ടുകളും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കാം. ഇവിടെ ഒരു ഫ്ലവറിൽ ഞാൻ ചെയ്തെടുത്തേക്കുന്നത് സ്റ്റെമ്മിലാണ് കേട്ടോ ലീഫ് ചെയ്തെടുത്തേക്കുന്നത്. ആ ഒരു ഫ്ലവർ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതായത് നമ്മുടെ മുട്ടിൻ്റെ കുറച്ച് താഴത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ വെച്ചിട്ട് നമുക്കിതിനൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ജോയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള കിറ്റ് തന്നെ എടുക്കാം. കിറ്റിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ അവിടെ ഒന്ന് വളച്ചൊന്ന് വെച്ച് കൊടുക്കാം. ലീഫിൽ അധികം ഡാമേജ് വരാത്ത രീതിയിൽ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാവേ. ഒന്ന് ചുറ്റിച്ചെടുത്ത് നീറ്റായിട്ടൊന്ന് എത്രയാണോ ആ കമ്പി വരുന്ന ആ ഒരു സ്റ്റെമ്മിൻ്റെ താഴത്തെ ആ ഒരു ജോയിൻറ്റ് വരുന്നത് അവിടം വരെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ബാക്കി പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നല്ല നീറ്റായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് സിഗരറ്റ് ലാമ്പ് കൊണ്ടൊന്ന് പിടിച്ചു കൊടുക്കാവേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവറായിട്ട് താഴോട്ട് വെച്ച് കൊടുക്കാം. അടുത്തൊരു ഫ്ലവർ ഞാൻ ചെയ്തെടുത്തതിൽ ലീഫൊന്നും വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. എല്ലാ ഫ്ലവറിലും നമുക്ക് ലീഫ് വേണ്ട ആവശ്യമില്ല. 2 ഫ്ലവർ ഇതുപോലെ ലീഫ് ചെയ്യാണ്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അതും കൂടി താഴത്തോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കിറ്റിൻ്റെ പീസ് കൊണ്ടിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി 2 ഫ്ലവറും കൂടി ഉണ്ട് കേട്ടോ. അത് നമ്മൾ ലീഫ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത്. അതും കൂടി ഒന്ന് താഴത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാവേ. ഇപ്പോൾ ഇത് ഈ നമ്മുടെ ലീഫും പൂക്കളും എല്ലാം നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ വേറെ ഒന്നും തന്നെ എടുത്തിട്ടില്ല. നടുക്കത്തെ പൂമ്പൊടിയും എല്ലാം ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിൽ തന്നെയാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ അതേ ലുക്കിലുള്ള ഫ്ലവർ തന്നെയായിട്ട് നമുക്ക് നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിൽ നിന്നും പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഫ്ലവർ വേസിൽ ടേബിൾ ടോപ്പിൽ ഷെൽഫിലൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഫ്ലവേഴ്സാണ് കേട്ടോ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയാൽ കിട്ടുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഈ ഒരു വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നുള്ള ഈ ഒരു ഫ്ലവർ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്